പുറത്തേക്ക് നോക്കുമ്പം മനുഷ്യനും തമ്മിലുള്ള അകലങ്ങൾ കുറയുന്നു. അകത്തേക്ക് നോക്കുമ്പോൾ പകയും വിദ്വേഷവും ക്രോധവും മനുഷ്യനെ ഉള്ളിൽ നിന്നും കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ പക്ഷിയെപ്പോലെ പറക്കാനും മത്സ്യത്തെപ്പോലെ നീന്താനും നമ്മൾ പഠിച്ചു. പക്ഷെ മനുഷ്യനെപ്പോലെ നടക്കാനും ജീവിക്കാനും നമ്മൾ മറന്നു പോയിരിക്കുന്നു. നമ്മുടെ മനുഷ്യത്വം തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. വേഗബുദ്ധിയില്ലാതെ സയൻസ് സാങ്കേതികവിദ്യയും കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യനും സ്വന്തം നാശം വരുത്തി വയ്ക്കുന്നു. സയൻസിനും സാങ്കേതികവിദ്യയ്ക്കും അതിൻ്റെതായ ബുദ്ധിയോ ചിന്താശക്തിയോ ഇല്ല. അത് പ്രവർത്തിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ആ ഗുണങ്ങൾ ഉണ്ടാകേണ്ടത്. സയൻസിൻ്റെയും ബുദ്ധിയുടെയും സഹായത്തോടെ പ്രപഞ്ച രഹസ്യങ്ങളെ കീഴടക്കാൻ കഴിയുമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ട്. ഒരു കൊച്ചുകുട്ടി തൻ്റെ മുറിയുടെ കിളിവാതിലിലൂടെ കാണുന്ന ആകാശം എൻ്റേതാണെന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ഈ അവകാശവാദം. യഥാർത്ഥ മനുഷ്യനെ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അനന്തമായ വിശ്വത്തിൻ്റെ ഒരു ചെറിയ കണിക മാത്രമാണ്. അന്തമില്ലാത്ത സമുദ്രത്തിൻ്റെ ആഴവും പരപ്പും അറിയാതെ അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം ഓടിക്കളിക്കുന്ന തിരമാലകളെ പോലെയാണ് മനുഷ്യൻ. തിരമാലകൾ ജനിക്കുന്നതും ഒടുങ്ങുന്നതും സമുദ്രത്തിലാണ്. ഈശ്വരനാകുന്ന മഹാസമുദ്രത്തിലെ തിരമാലകളാണ് മനുഷ്യനും മറ്റു ജീവരാശികളും. നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഈശ്വരനാകുന്ന സമുദ്രത്തിലാണ്. യഥാർത്ഥ തിരമാലയും സമുദ്രവും ഒന്ന് തന്നെ. അതുപോലെ മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒന്നാണ്. ഈ ഭൂമി നമുക്ക് അമ്മയാണ്, പ്രകൃതി നമുക്ക് അമ്മയാണ്. അമ്മയുടെ കടപ്പാട് നമ്മൾ മറക്കരുത്. കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരുടെ നിലവിളി കേൾക്കാതെ പോകരുത്. അവർക്ക് ആശ്വാസമേകാൻ നമ്മളാലാകുന്നത് ചെയ്യണം. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമേകാൻ വലിയ പദവിയുടെയോ പണത്തിൻ്റെയോ ആവശ്യമില്ല. സ്നേഹപൂർണമായ ഒരു വാക്ക്, കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം, ഒരു ചെറിയ സഹായം, അതുതന്നെ നമ്മുടെയും അവരുടെയും ജീവിതം പ്രകാശപൂർണമാക്കും.